വെൽക്കം ഓൾ. കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കി, അതുപോലെ എയർ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. നമുക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, സൾഫർ എക്സാഫോർവേഡ് സർക്യൂട്ട് ബ്രേക്കർ എന്നിവയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് OCBസിൽ കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റിംഗ് ഓയിലാണ്. ജനറലി ട്രാൻസ്ഫോമർ ഓയിലാണ് നമ്മൾ കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. കൊഞ്ചിങ് മീഡിയം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാനുള്ള മീഡിയം, ആർക്കിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു മീഡിയത്തെ പറയുന്ന പേരാണ് കൊഞ്ചിങ് മീഡിയം. ABCBയിൽ അത് ബ്ലാസ്റ്റ് എയർ ആയിരുന്നു. ഇനി രണ്ട് കോണ്ടാക്റ്റുകൾ ഉണ്ടാവും സർക്യൂട്ട് ബ്രേക്കറിൽ, മൂവിങ് കോണ്ടാക്റ്റ്, ഫിക്സ്ഡ് കോണ്ടാക്റ്റ്. ഈ കോണ്ടാക്റ്റ് പ്ലേസ് ചെയ്യുന്നത് ഈ ഇൻസുലേറ്റിംഗ് ഓയിലാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ ഈ കോണ്ടാക്റ്റുകൾക്കിടയിൽ സ്പേസ് ക്രിയേറ്റ് ചെയ്യും, ആർക്ക് ഫോം ചെയ്യും. ഈ ആർക്ക് ഫോം ചെയ്യുന്നത് ഈ ഇൻസുലേറ്റിംഗ് ഓയിലിൽ ആണ്. ഈ ആർക്ക് ഫോം ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവും. ആ ഹീറ്റ് ഈ ആർക്കിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഓയിൽസിനെ ഇവാപ്പറേറ്റ് ചെയ്യും. അത് ഹൈ പ്രഷറിലുള്ള ഗ്യാസസ് ഹൈഡ്രജൻ ഉണ്ടാവാൻ കാരണമാവും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജൻ ഗ്യാസിൻ്റെ കോൺസെൻട്രേഷൻ ടോട്ടൽ ഓയിലിൻ്റെ 1000-1 ആയിരിക്കും. ഈ ആർക്ക് ഫോം ചെയ്താൽ ഈ പ്രൊഡ്യൂസ് ചെയ്ത ആർക്ക് ഓയിലിനെ 4 ഭാഗത്തേക്കും പുഷ് ചെയ്യും. അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ബബിള് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഈ ആർക്ക് റീജിയനെ സറൗണ്ട് ചെയ്യും. 2 രീതിയിലാണ് നമ്മൾ ഈ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ എക്സ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത്, ആർക്കിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, ഹൈഡ്രജൻ ഗ്യാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളത് കൂളിംഗ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം അതിന് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഈ ആർക്കിനെ കൂൾ ചെയ്യിപ്പിക്കും, തണുപ്പിക്കും. അതുപോലെ അവർക്ക് ഈ കോണ്ടാക്റ്റുകൾക്ക് ഇടയിലുള്ള ആ ഒരു മീഡിയത്തെ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഡീഅയണൈസ് ചെയ്യും. ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാരണം ഈ കോണ്ടാക്റ്റുകൾക്ക് ഇടയിലുള്ള ആ മീഡിയം അയണൈസ് ചെയ്യുന്നതാണ്. അയണൈസ് ചെയ്യുമ്പോൾ അതിന് കണ്ടക്ടിവിറ്റി ഉണ്ടാവും, അതിലൂടെ കറണ്ട് പാസ് ചെയ്യും. അതാണ് ആർക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു മീഡിയത്തെ ഡീഅയണൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ ഈ ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ ഈ 2 വശത്തേക്കും തള്ളി മാറ്റിയ ഈ ഓയിലിൽ ടർബുലൻസ് ഉണ്ടാക്കും. ഈ ടർബുലൻസ് കാരണം ഈ കോണ്ടാക്റ്റുകൾക്കിടയിലുള്ള ഈ സ്പേസിലേക്ക് ഓയിൽ ഒരു ഫോഴ്സിലൂടെ പതിക്കും. അത് ഈ ആർക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി കാരണമാവും. ഈ രീതിയിലാണ് നമ്മൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നത്. ഈ എക്സ്റ്റിങ്വിഷ് ചെയ്യുന്നതിലൂടെ നമുക്ക് സർക്യൂട്ട് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. എന്തൊക്കെ അഡ്വാൻറ്റേജ് ആണ് നമ്മൾ ഈ ഓയിലിനെ ആർക്ക് കൊഞ്ചിങ് മീഡിയം ആക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്? ഒന്ന്, ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എനർജി സ്വീകരിച്ച് ഈ ഓയിൽ ഡീകമ്പോസ് ചെയ്യും. അവിടെ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. എക്സാമ്പിൾ ഹൈഡ്രജൻ ഗ്യാസ്. അവയ്ക്ക് എക്സലൻറ്റ് കൂളിംഗ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ഈ ഓയിലുകൾക്ക് ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ഓയിലിന് കൂളിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഓയിലുകൾ ജനറലി ഇൻഫ്ലെയിമബിൾ ആണ്, കത്തുന്ന പദാർത്ഥങ്ങളാണ്. അത് തീപിടുത്തം ഉണ്ടാകാൻ കാരണമാവാം. അതുപോലെ എയറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് എക്സ്പ്ലോസീവ് കാരണം ആവാം. പിന്നെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, ഈ ഓയിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിലിൽ ആർക്കിംഗ് ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. കരി പോലത്തെ, കാർബൺ പോലത്തെ ബൈ പ്രൊഡക്റ്റുകൾ ഉണ്ടാവാം. അത് ഈ ഓയിലിൻ്റെ ഇൻസുലേറ്റിംഗ് പ്രോപ്പർട്ടി കുറയ്ക്കാൻ കാരണമാവാം. അതുപോലെ ഈ
ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ പീരിയോഡിക് ചെക്കിങ്ങും റീപ്ലേസ്മെൻറ്റും ആവശ്യമാണ്. ഇതൊക്കെയാണ് ഇൻസുലേറ്റിംഗ് ഓയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ടൈപ്സ് ഓഫ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഉണ്ട്, അതുപോലെ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്, ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ ഈ മെയിൻ കോണ്ടാക്റ്റുകൾ പ്ലേസ് ചെയ്യുന്നത് ഈ ടാങ്കിൽ നിറച്ച ഈ ഇൻസുലേറ്റിംഗ് ഓയിലാണ്. ഇതിൽ നമ്മൾ ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി കോണ്ടാക്റ്റുകളുടെ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് കൂടും. ആർക്കിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ ആർക്ക് വോൾട്ടേജ് കൂടും. അത് ഈ ഒരു ആർക്ക് എക്സ്റ്റിങ്വിഷന് കാരണമാകും. അതുപോലെ തന്നെ ഈ ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മീഡിയമാണ് ഈ ഗ്യാസ്. ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഓയിലിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസ് ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ചെയ്യാൻ കാരണമാവും. ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ഓൾഡസ്റ്റ് ടൈപ്പാണ്, സിമ്പിൾ കൺസ്ട്രക്ഷനാണ്. ഇതിൽ ഒരു മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്, ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ട്. അവ ഒരു സ്ട്രോങ് വെതർ ടൈറ്റ് എർത്ത് ടാങ്കിലാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ ടാങ്കിൽ ട്രാൻസ്ഫോമർ ഓയിൽ ഉണ്ടാകും അപ് ടു എ സെർട്ടൺ ലെവൽ ആൻഡ് ആൻ എയർ കുഷൻ എബോവ് ദി ഓയിൽ ലെവൽ. ഈ ഓയിൽ ലെവലിൻ്റെ മുകളിൽ കുറച്ച് ഭാഗം ഫ്രീ ആയിരിക്കും. അതിനെ നമ്മൾ എയർ കുഷൻ എന്ന് പറയും. എയർ കുഷൻ പ്രൊവൈഡ്സ് സഫിഷ്യൻറ്റ് റൂം ടു ആർക്ക് ഗ്യാസസ് വിത്തൗട്ട് ദി ജനറേഷൻ ഓഫ് അൺസേഫ് പ്രഷർ ഇൻ ദി സർക്യൂട്ട് ബ്രേക്കർ. ഇറ്റ് ആൾസോ അബ്സോർബ്സ് ദി അപ്വേർഡ് ഓയിൽ മൂവ്മെൻറ്റ്. ഈ എയർ കുഷൻ നമ്മൾ കൊടുക്കുന്നത് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്ക് ഗ്യാസസ് ഉണ്ടാവും. ആർക്ക് ഗ്യാസസ് ഉണ്ടാകുമ്പോൾ ഈ ഒരു ഓയിലിൻ്റെ വോളിയത്തിൽ വർധനമുണ്ടാവും. വോളിയത്തിലെ വർധന പ്രഷർ കൂട്ടാൻ വേണ്ടി കാരണമാവും. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് പറയുന്ന പേരാണ് എയർ കുഷൻ.
ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിൽ നമ്മൾ ഈ ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്, ആർക്കിൻ്റെ ലെങ്ത്ത് കൂട്ടുക, കോണ്ടാക്ട് ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കിൻ്റെ ലെങ്ത്ത് കൂടും. ഈ ആർക്കിൻ്റെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് തന്നെ ഈ ആർക്കിനെ കൊഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തിൽ വർധനമുണ്ടാവും. അത് ഈ സർക്യൂട്ട് ഇൻട്രപ്ഷൻ്റെ സമയം കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ ചെറിയ കോണ്ടാക്റ്റ് ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് വിളിക്കും. രണ്ട് തരത്തിലുള്ള ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു. ഇനി മറ്റു ടൈപ്പ് സർക്യൂട്ട് ബ്രേക്കറാണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഈ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ടോട്ടൽ ഓയിലിൻ്റെ 10% മാത്രമാണ് നമ്മൾ ഈ ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലാർജ് എമൗണ്ട് ഓഫ് ഓയിൽ യൂസ് ചെയ്യുന്നത് ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാരണമാവുന്നു. അതിൻ്റെ ടാങ്ക് സൈസ് കൂട്ടേണ്ടി വരുന്നു, സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വെയിറ്റ് കൂടുന്നു, ഫയറിനുള്ള റിസ്ക് കൂടുന്നു, അതുപോലെ മെയിൻ്റനൻസ് പ്രോബ്ലംസ് കൂടുന്നു. അപ്പോൾ ഇതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിൽ സ്മോൾ ക്വാണ്ടിറ്റി ഓയിൽ മാത്രമാണ് ആവശ്യം വരുന്നുള്ളൂ. നമുക്ക് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് നോക്കാം. കൺസ്ട്രക്ഷൻ ഓഫ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇതിൽ 2 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, 2 ചേമ്പേഴ്സ് ഉണ്ട്. അപ്പർ ചേമ്പറിനെ നമ്മൾ സർക്യൂട്ട് ബ്രേക്കിംഗ് ചേമ്പർ എന്ന് പറയും, ലോവർ ചേമ്പറിന് സപ്പോർട്ടിംഗ് ചേമ്പർ എന്ന് പറയും. ഇതാണ് ലോവർ ചേമ്പർ, ദിസ് ഈസ് ദി അപ്പർ ചേമ്പർ. ഈ 2 ചേമ്പറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവയിലുള്ള ഓയിലുകൾ തമ്മിൽ മിക്സ് ചെയ്യില്ല. ഈ ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി വളരെ കുറഞ്ഞ എമൗണ്ട് ഓയിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ട ഓയിലിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാം. അതുപോലെ ഈ സപ്പോർട്ടിംഗ് ചേമ്പറിലെ ഓയിൽ ഈ ആർക്ക് മൂലം കണ്ടാമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആർക്ക് മൂലം കരി അല്ലെങ്കിൽ കാർബൺ ഉണ്ടാവും, അത് ഈ സപ്പോർട്ടിംഗ് ചേമ്പറിൽ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ സപ്പോർട്ടിംഗ് ചേമ്പർ, ഏറ്റവും താഴത്തെ ആ ചേമ്പറിന് പറയുന്ന പേരാണ് സപ്പോർട്ടിംഗ് ചേമ്പർ. അത് പോർസലിൻ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഇൻസുലേറ്റിംഗ് ഓയിൽ ഫിൽ ചെയ്തിട്ടുണ്ടാവും, ഫിസിക്കലി സെപ്പറേറ്റഡ് ഫ്രം ഓയിൽ ഇൻ ദി സർക്യൂട്ട് ബ്രേക്കിംഗ് കമ്പാർട്ട്മെൻറ്റ്. ഈ സപ്പോർട്ടിംഗ് ചേമ്പറിലുള്ള ഈ ഒരു ഇൻസുലേറ്റിംഗ് ഓയിൽ നമ്മൾ ഇൻസുലേറ്റിംഗ് പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സർക്യൂട്ട് ബ്രേക്കിംഗ് ചേമ്പർ പ്ലേസ് ചെയ്യുന്നത് ഈ സപ്പോർട്ടിംഗ് ചേമ്പറിൻ്റെ തൊട്ട് മുകളിലാണ്. അതിൽ ഫിക്സഡ് കോണ്ടാക്റ്റ് ഉണ്ടാവും, മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ടാവും, അതുപോലെ ടർബുലേറ്റേഴ്സ് ഉണ്ടാവും. ടർബുലേറ്റർ എന്ന് വെച്ചാൽ ആർക്ക് കൺട്രോൾ ഡിവൈസ് ആണ്. അതിൽ ആക്സിയൽ അതുപോലെ റേഡിയൽ വെൻറ്റുകൾ ഉണ്ടാവും. ആക്സിയൽ വെൻറ്റ് ലോ കറണ്ടിന് വേണ്ടിയിട്ടും റേഡിയൽ വെൻറ്റ് ഹെവി കറണ്ട് റേറ്റിംഗ് സർക്യൂട്ട് ബ്രേക്കേഴ്സിലുമാണ് ഉണ്ടാവുന്നത്. ഇനി ടോപ്പ് ചേമ്പർ മെറ്റാലിക് ചേമ്പറാണ്. അത് ഈ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഏറ്റവും മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. അത് ഈ ഓയിൽ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ഗ്യാസ് വെൻറ്റ് പൈപ്പ്, ബ്രീത്തർ എന്നിവ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേഷൻ.
നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ ഈ ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നോർമൽ വർക്കിംഗ് കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. ഇനി ഫാൾട്ട് സംഭവിക്കുമ്പോൾ ട്രിപ്പിംഗ് മെക്കാനിസം ഈ മൂവിങ് കോണ്ടാക്റ്റിനെ താഴേക്ക് വലിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്യും, അതിൽ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആർക്ക് മൂലം ഈ ആർക്കിന് സറൗണ്ടിങ് ആയിട്ടുള്ള ഓയിൽ വേപ്പറൈസ് ചെയ്യും. അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ പ്രഷർ ഡെവലപ്പ് ചെയ്യും. ആ പ്രഷർ മൂലം ഈ ഗ്യാസ് വെൻറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഈ ഗ്യാസ് വെൻറ്റിലൂടെ എസ്കേപ്പ് ആവും. അപ്പോൾ ഇവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. ആ സ്പേസിലേക്ക് ഈ താഴെ ഉള്ള ഈ കോൾഡായിട്ടുള്ള ഓയിൽ ഫോഴ്സ് ചെയ്യും. അത് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യിക്കും. അതാണ് ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിന്റെ അഡ്വാൻറ്റേജസ് ഓവർ എ ബൾക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. ഇറ്റ് റിക്വയേഴ്സ് ലെസർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ. കോസ്റ്റ് ഓഫ് ബ്രേക്കർ ഈസ് ലെസ്. ഇറ്റ് റിക്വയേഴ്സ് സ്മോളർ സ്പേസ്. Weight of the breaker is less. This reduces risk of fire. Maintenance problem and cost are reduced. Disadvantages as compared to bulk oil circuit breaker. There is a difficulty of removing the gases from the contact space. Contact space il ninnu gasine remove cheyan ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ എമൗണ്ട് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത് ഈ ഓയിലിനെ പെട്ടെന്ന് കാർബണൈസ് ചെയ്യാൻ കാരണമാവും. പെട്ടെന്ന് കരി അതിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ടി വരും. The dielectric strength of oil deteriorates fastly due to high degree of carbonization. ഈ കാർബണൈസേഷൻ കൊണ്ട് ഈ ഒരു ഇൻസുലേറ്ററിൻ്റെ ഓയിലിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് കുറയാൻ കാരണമാവും. ഇതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. വാക്യൂം സർക്യൂട്ട് ബ്രേക്കർ വി സി ബിയിൽ നമ്മൾ വാക്കാണ് ആർക്ക് കൊഞ്ചിങ് മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ വാക്കത്തിന് ഹൈ ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ സുപ്പീരിയർ ആർക്ക് കൊഞ്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് കമ്പയർഡ് ടു എനി അതർ മീഡിയം. ബ്രേക്കറിൻ്റെ കോണ്ടാക്റ്റുകൾ ഓപ്പൺ ആവുന്ന സമയത്ത് ഹൈ പ്രഷറിലുള്ള വാക്വം, അതായത് പ്രഷർ പറഞ്ഞിട്ടുള്ളത് 10 to 7 ടോറ് അല്ലെങ്കിൽ 10 to 5 ടോറ് എന്നിങ്ങനെയാണ്. അപ്പോൾ ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ ഈ കോണ്ടാക്റ്റ് മെറ്റലിൻ്റെ വേപ്പറിൻ്റെ അയണൈസേഷൻ മൂലം അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വാക്കത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫാസ്റ്റ് റിക്കവറി ഓഫ് ഡയലക്ട്രിക് സ്ട്രെങ്ത് ആണ്. അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പെട്ടെന്ന് റിക്കവർ ആവും. നമ്മൾ ഈ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് റിക്കവർ ചെയ്യും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കും. വി സി ബിയുടെ കൺസ്ട്രക്ഷനാണ് ഫിക്സ്ഡ് കോണ്ടാക്റ്റ്, മൂവിങ് കോണ്ടാക്റ്റ്, ഫിക്സ്ഡ് കോണ്ടാക്റ്റ് ഫിക്സ്ഡ് മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. മൂവിങ് കോണ്ടാക്റ്റ് മൂവബിൾ മെമ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ മൂവബിൾ മെമ്പർ കൺട്രോൾ മെക്കാനിസത്തിനോട് കണക്ട് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെല്ലോസ് ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബെല്ലോസ്. ഇവ ഈ വാക്വം ചേംബറിൻ്റെ പെർമനൻ്റ് സീലിങ്ങിനെ സഹായിക്കുന്നു. നമ്മൾ ഔട്ടർ ഇൻസുലേറ്റിംഗ് ബോഡി ആയിട്ട് ഗ്ലാസ് വെസൽ അല്ലെങ്കിൽ സെറാമിക് വെസലാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിതിൽ ആർക്ക് ഷീൽഡുകൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദി ആർക്ക് ഷീൽഡ്സ് പ്രിവെൻറ്റ്സ് ദി ഡിറ്റോറിയേഷൻ ഓഫ് ദി ഇന്റേണൽ ഡയലക്ട്രിക് സ്ട്രെങ്ത് ബൈ പ്രിവെൻറ്റിംഗ് മെറ്റാലിക് വേപ്പർ ഫാളിംഗ് ഓൺ ദി ഇൻസൈഡ് സർഫസ് ഓഫ് ദി ഔട്ടർ ഇൻസുലേറ്റിംഗ് കവർ. ഈ മെറ്റാലിക് വേപ്പർ ഈ ഔട്ടർ ഇൻസുലേറ്റിംഗ് കവറിൽ വീണ് ഈ ഒരു മീഡിയത്തിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആർക്ക് ഷീൽഡുകൾ ഉപയോഗിക്കുന്നത്. വർക്കിംഗ് ഓഫ് വി സി ബി.
ഫാൾട്ട് സംഭവിച്ചു. അവിടെ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പണായി, ഫിക്സ്ഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും തമ്മിൽ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് പ്രൊഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ ആർക്ക് ഉണ്ടാവും. ഈ ആർക്ക് ഉണ്ടാവുന്നത് ഈ കോണ്ടാക്റ്റ് മെറ്റൽസിൻ്റെ അയണൈസേഷൻ മൂലമാണ്. ഈ മെറ്റാലിക് വേപ്പർ അതിൻ്റെ അയണൈസേഷൻ മൂലമാണ് ആർക്ക് സംഭവിക്കുന്നത്, ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതുപോലെ ഈ വാക്കത്തിന് റാപ്പിഡ് റിക്കവറി റേറ്റ് ഓഫ് ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ഒരു സെപ്പറേഷനിൽ 0.625 സെൻറ്റിമീറ്റർ കോണ്ടാക്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുമ്പോഴേക്ക് നമുക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കറിൽ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അപ്ലിക്കേഷൻ ഓഫ് വി സി ബി നമ്മൾ 22 kV മുതൽ 66 kV വരെയുള്ള വോൾട്ടേജുകൾ ഉപയോഗിക്കും. അതുപോലെ 60 മുതൽ 100 മെഗാവോൾട്ട് ആംപിയർ കപ്പാസിറ്റിയുള്ള ട്രാൻസ്ഫോമേഴ്സ് അല്ലെങ്കിൽ ജനറേറ്റേഴ്സിൽ നമുക്ക് വി സി ബികൾ ഉപയോഗിക്കാം. പിന്നെ അതിൻ്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവയ്ക്ക് മെയിൻ്റനൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ റൂറൽ ഏരിയാസിൽ പെട്ടെന്ന് മെയിൻ്റനൻസിന് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഏരിയകളിൽ നമുക്ക് വാക്വം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കാം. സൾഫർ ഹെക്സാഫ്ലോറൈഡ് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ്. ഈ സർക്യൂട്ട് ബ്രേക്കറിൽ നമ്മൾ SF6 ഗ്യാസാണ് ആർക്ക് കൊഞ്ചി മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. SF6ൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഗ്യാസാണ്. അതുകൊണ്ട് തന്നെ ഫ്രീ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആകുമ്പോൾ കോണ്ടാക്റ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ആകുമ്പോൾ നമ്മൾ SF6 ഗ്യാസിനെ, ഹൈ പ്രഷറുള്ള SF6 ഗ്യാസിനെ അവയ്ക്കിടയിൽ പതിപ്പിക്കും. ഈ SF6 ഗ്യാസ് ഈ കണ്ടക്റ്റിംഗ് ഫ്രീ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്യും, അതിനെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഈ ആർക്കിൽ നിന്ന് ഈ കണ്ടക്റ്റിംഗ് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ അത് അതിൻ്റെ ഇൻസുലേറ്റിംഗ് സ്ട്രെങ്ത് വീണ്ടെടുക്കും. അത് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ കാരണമാവും. നമ്മൾ ഹൈ പവർ ആൻഡ് ഹൈ വോൾട്ടേജ് സർവീസിലാണ് SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ ഓഫ് SF6 ഗ്യാസ്, അതായത് ഒരു ഫിക്സ്ഡ് കോണ്ടാക്റ്റ്, മൂവിങ് കോണ്ടാക്റ്റ്, അവ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആർക്ക് ഇൻട്രപ്ഷൻ ചേമ്പറിലാണ്. ഇതാണ് ആർക്ക് ഇൻട്രപ്ഷൻ ചേമ്പർ. ഈ ആർക്ക് ഇൻട്രപ്ഷൻ ചേമ്പറുമായിട്ട് SF6 ഗ്യാസ് റിസർവെയർ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇവിടെയാണ് SF6 ഗ്യാസ് റിസർവെയർ ഉണ്ടാവുക. ഫാൾട്ട് സംഭവിക്കുമ്പോൾ ഇവിടെ കോണ്ടാക്റ്റുകൾ സെപ്പറേറ്റഡ് ആവും, ആർക്ക് ഫോം ചെയ്യും. അപ്പോൾ SF6 ഗ്യാസ് റിസർവെയറിൽ നിന്ന് ഈ ഗ്യാസ് ഈ ആർക്ക് ചേമ്പറിലേക്ക് വിത്ത് ഹൈ പ്രഷേർഡ് ഗ്യാസ് പാസ് ചെയ്യും. അത് ഈ ആർക്കിലെ ഫ്രീ ഇലക്ട്രോണിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ SF6 ഗ്യാസ് എന്ന് വെച്ചാൽ അത് ഹൈ കോസ്റ്റ്ലി ഗ്യാസാണ്. അപ്പോൾ ഓരോ ഓപ്പറേഷനും കഴിഞ്ഞാൽ അത് റീകണ്ടീഷൻ ചെയ്യണം, റീക്ലെയിം ചെയ്യണം. അതിന് ഉള്ള ഓക്സിലറി സിസ്റ്റം ഈ സർക്യൂട്ട് ബ്രേക്കറിൽ ഉണ്ടാവും. വർക്കിംഗ് ഓഫ് SF6 സർക്യൂട്ട് ബ്രേക്കർ. നോർമൽ കണ്ടീഷനിൽ കോണ്ടാക്റ്റുകൾ ക്ലോസ് ആയിരിക്കും. ആ സമയത്ത് തന്നെ ഈ കോണ്ടാക്റ്റുകൾക്ക് സറൗണ്ടിങ് ആയിട്ട് SF6 ഗ്യാസ് ഉണ്ടാവും അറ്റ് എ പ്രഷർ ഓഫ് 2.8 kg/cm². ഇനി ഫാൾട്ട് സംഭവിക്കുമ്പോൾ ബ്രേക്കർ ഓപ്പറേറ്റഡ് ആവും, മൂവിങ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്റ്റും തമ്മിൽ സെപ്പറേറ്റഡ് ആവും, അവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് ഈ ഗ്യാസ് വാൽവിനെ ഓപ്പൺ ആക്കും.
ഗ്യാസ് റിസർവെയറിൽ നിന്ന് SF6 ഗ്യാസ് 14 kg/cm² പ്രഷറിൽ ഈ ആർക്ക് ഇൻട്രപ്ഷൻ ചേമ്പറിലേക്ക് വരും. അത് ഈ ഹൈ പ്രഷേർഡ് ഗ്യാസ് ഈ ആർക്കിലുള്ള ഫ്രീ ഇലക്ട്രോണിനെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അതിനെ ഇമ്മൊബൈൽ നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറ്റും. അത് ആ ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാൻ കാരണമാവും. അങ്ങനെ മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഡൈലക്ട്രിക് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഫാൾട്ടിനെ നമ്മൾ ഇൻട്രപ്റ്റ് ചെയ്യും. അഡ്വാൻറ്റേജസ് ഓഫ് SF6 ബ്രേക്കർ. ഇത്തരം സർക്യൂട്ട് ബ്രേക്കറിന് ഷോർട്ട് ആർക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ആർക്കിനെ എക്സ്റ്റിങ്വിഷ് ചെയ്യാം. അതുപോലെ ഈ SF6 ഗ്യാസിൻ്റെ ഡൈലക്ട്രിക് സ്ട്രെങ്ത് 2 to 3 times മോർ ദാൻ എയർ ആണ്. അതുകൊണ്ട് തന്നെ വലിയ കപ്പാസിറ്റിയുള്ള സർക്യൂട്ടുകളെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ ഉപയോഗിക്കാം. അതുപോലെ SF6 സർക്യൂട്ട് ബ്രേക്കർ നോയിസ്ലെസ് ഓപ്പറേഷൻ ആണ്. എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിൻ്റെ പോലെയല്ല. ദർ ഈസ് നോ റിസ്ക് ഓഫ് ഫയർ ബിക്കോസ് SF6 ഗ്യാസ് ഈസ് നോട്ട് ഇൻഫ്ലെയിമബിൾ. SF6 ഗ്യാസ് ഒരു കത്തുന്ന ഗ്യാസ് അല്ല. അതുകൊണ്ട് തന്നെ തീപിടുത്തത്തിനുള്ള സാധ്യത കുറവാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ്. SF6 ബ്രേക്കർ ആർ കോസ്റ്റ്ലി ഡ്യൂ ടു ദി ഹൈ കോസ്റ്റ് ഓഫ് SF6 ഗ്യാസ്. അതിന് വില വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സർക്യൂട്ട് ബ്രേക്കേഴ്സ് കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോഴും ഈ SF6 ഗ്യാസിനെ റീകണ്ടീഷൻ ചെയ്യണം. അതിന് അഡീഷണൽ എക്യുപ്മെൻറ്റ്സ് ആവശ്യമാണ്. അത് ഇതിൻ്റെ കോസ്റ്റ് ഒന്നും കൂടെ വർദ്ധിപ്പിക്കാൻ കാരണമാവും. Application of sulfur hexafluoride circuit breaker. A typical SF6 circuit breaker consists of interrupter unit each capable of dealing with the current up to 60 kA and voltage in the range of 50 to 80 kV. നമുക്ക് ഇത്തരം സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓരോ യൂണിറ്റുകൾ ഉപയോഗിച്ചിട്ട് 60 kA വരെയുള്ള കറണ്ട്, അതുപോലെ 50 മുതൽ 80 kV വരെയുള്ള വോൾട്ടേജുകളെ നമുക്ക് ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ 115 kV മുതൽ 230 kV വരെ കപ്പാസിറ്റിയുള്ള വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള SF6 സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 10 MV മുതൽ 20 MV വരെ പവർ റേറ്റിംഗ് ഉള്ള ഇൻസ്ട്രുമെൻസിനെ കമ്പോണൻസിനെ നമുക്ക് ലെസ് ദാൻ 3 സൈക്കിൾസ് AC സൈക്കിളിൻ്റെ 3 സൈക്കിൾ ആകുമ്പോഴേക്ക് നമുക്ക് അത്തരം സർക്യൂട്ടുകളെ ഇൻട്രപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഈ SF6 ഗ്യാസിൻ്റെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ കുറിച്ച് നമ്മൾ ഏതാണ്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.